ഹായ്, വെൽക്കം ടു ദേവ്സ് യൂട്യൂബ് വേൾഡ്. ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? വേറൊന്നല്ല, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് എൻ്റെ കയ്യിൽ ഇതെന്താണ് ചായപ്പൊടിയുണ്ട്, ഇതെന്താണ് മിൽമപ്പാൽ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്താ പറയുക, ഒരു സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ ഷുഗറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചായ ഇടാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിന്നൊരു ചായ ഇട്ടാലോ? ചായയാണോ ഒന്ന് നോക്കുന്ന റെസിപ്പി എന്ന് വിചാരിക്കും. അല്ല, ആ ചായ വെച്ചിട്ട് നമുക്ക് എന്താ ഒരു റെസിപ്പി തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് അപ്പോൾ ചായ ഇടാമല്ലോ. വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഒരു 1.5 ഗ്ലാസ് ചായ നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ചായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു പാത്രം എടുത്തു. ഇത് അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി എന്താ വേണ്ടതെന്നല്ലേ, നമുക്കൊരു 1 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം എടുക്കാം. ഫസ്റ്റ് വെള്ളം എടുക്കാം. ഇതേ കണ്ടല്ലോ, ഞാൻ വെള്ളം എടുത്തു. ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ചായ തയ്യാറാക്കാൻ ഇനി നമുക്ക് ആവശ്യം എന്താ? മിൽമപ്പാൽ. അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം വന്നപ്പോൾ. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് എടുത്തു. പാൽ റെഡി. പിന്നെ നമുക്ക് ചായ തയ്യാറാക്കാം. ഓക്കെ, അപ്പം ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേയിലപ്പൊടി ഇടാം. ഒരു 2 സ്പൂൺ വരുന്ന പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. തേയിലപ്പൊടി ഇത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒത്തിരി കടുപ്പം നമുക്ക് ആവശ്യമില്ല, ഇത്രയും മതി. ഇനി നമുക്ക് 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. 1 സ്പൂൺ ഇട്ടു, അടുത്ത് 1 സ്പൂൺ, 2 സ്പൂൺ ആയല്ലോ. ഇനി എന്താണെന്നല്ലേ, വേറെ ഒന്നുമല്ല, ഒരു 1/2 സ്പൂൺ വരുന്ന കറുകപ്പട്ട ഞാൻ ഇതിലേക്ക് ഇട്ടു. ചായ തിളക്കട്ടെ കേട്ടോ. എനിക്കറിയാം ചായ എങ്ങനെ ഇടുന്നതെന്ന് പറയേണ്ട കാര്യമില്ല, എന്നാലും ഈ ഒരു എന്താ പറയുക, ചായ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രിപ്പറേഷന് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ചായ തിളച്ച് വരുന്നുണ്ട്. ചായ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് മാറ്റാം. ചായനെ അരിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, അരിച്ചു വെച്ചിട്ട് നന്നായിട്ട് തേയില കുത്തൊക്കെ മാറ്റി അരിച്ചു വെച്ച് ചൂടോടെയുള്ള ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചായ കൊണ്ട് എന്താ തയ്യാറാക്കുന്നതല്ലേ, അതും ഈസിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. എന്താ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തു. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മൈദ ഇട്ടു. ഒന്ന് പോരാ കേട്ടോ, കുറച്ചുകൂടെ വേണം. 1 സ്പൂൺ മൈദ ഇട്ടു. അതിന് ശേഷം ഞാൻ എടുത്തേക്കുന്നത് ഇതെന്താണെന്നല്ലേ, റവ. 1 സ്പൂൺ വരുന്ന റവ, ഇത് രണ്ടും ഞാൻ എടുത്തു. അടുത്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ഷുഗറാണ്. 1 2 3 3 സ്പൂൺ വരുന്ന പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി എന്താ വേണ്ടതെന്നല്ലേ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചായ നമുക്ക് വേണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചായയാണ്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഷുഗർ ഇപ്പോൾ കുറച്ചിടാൻ കാരണം ചായയിൽ മധുരമുണ്ട്. ഉണ്ടോ, ചായ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് അറിയാമല്ലോ, റവയും പിന്നെ എന്താ മൈദാമാവുമാണ്. ഇതൊന്ന് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് എന്താ വേണ്ടതെന്നല്ലേ, കുറച്ച് ബേക്കിംഗ് സോഡയാണ്. അത് ഞാൻ കുറച്ച്, ഒത്തിരി വേണ്ട, കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നു. ബേക്കിംഗ് സോഡ ഒത്തിരി ഫുഡിലിടുന്നത് അത്ര നന്നല്ല, പേരിന് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കുറച്ച്, 1 സ്പൂൺ അങ്ങനെയൊന്നുമില്ല, ഞാൻ തട്ടിയാണ് എടുക്കുന്നത്. 4-5 പിഞ്ച് വരുന്ന രീതിയിൽ എടുത്തിട്ടുള്ളൂ, മതി, ഒത്തിരി വേണ്ട. നമുക്കിതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പറഞ്ഞു, ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ, കുറച്ച് ബട്ടർ, ഒരു ചെറിയ സ്പൂണിന് ബട്ടർ ഞാൻ ആഡ് ചെയ്തു. ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ.
ഞാൻ അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്നല്ലേ? ഇതെന്താ, ഞാനൊരു ദോശക്കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ദോശക്കല്ലൊന്ന് കുറച്ച് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ദോശക്കല്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ഏകദേശം നന്നായിട്ട് ഞാൻ ചേർത്ത് വെച്ചു. എന്താ ചെയ്യേണ്ടല്ലേ? നമ്മളിന്ന് റെഡിയാക്കി വെച്ച് മിക്സ് കണ്ടല്ലോ. അത് ഞാൻ ചെയ്യാൻ പോകുന്നത് ദോശക്കല്ലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. മിക്സ് ചെയ്യട്ടെ. കേട്ടോ, ഒത്തിരി വലുതല്ല കേട്ടോ, ആവശ്യത്തിന് വലിപ്പത്തിന് ഞാൻ ചേർത്തിട്ടുണ്ട്. ദോശക്കല്ല് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ കണ്ടല്ലോ, ഇന്നത്തെ എന്താ പറയുക, ടീ കൊണ്ടുള്ളൊരു പാൻകേക്ക് ദോശ. ഇനി കാഷ്നട്ട് ഇടാം. 4-5 എണ്ണം ഞാൻ ഇട്ടിട്ടുള്ളൂ, ഒത്തിരിയൊന്നും ഇട്ടിട്ടില്ല. ഇനി ഒന്ന് മറിച്ചിടണം, അതാണ് നമുക്ക് ആവശ്യം. കാണുമ്പോൾ തന്നെയാണ് ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. ഇതാണ് കേട്ടോ ഇന്നത്തെ വെറൈറ്റി ദോശ എന്ന് പറയാൻ പറ്റില്ല, പാൻകേക്കായിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. നമുക്ക് മറിച്ചിട്ടു. ഇനി നമുക്ക് എന്താ വേണ്ടേ, പ്ലേറ്റിലോട്ട് മാറ്റാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കണ്ട. ഇനി വീട്ടിൽ ചായ വേസ്റ്റ് ആകുമെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ പാൻകേക്ക് ദോശ റെഡി.